ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആർതർ ആഷ് പ്രശസ്തനായ അമേരിക്കൻ ടെന്നീസ് കളിക്കാരനായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും മികച്ച കളിക്കാരനായി കരുതപ്പെട്ട ആഷ് വിംബിൾഡൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നിവ നേടിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജനുമാണ്. 1980കളുടെ തുടക്കത്തിൽ ഹൃദയ ശസ്ത്രക്രിയയോടനുബന്ധിച്ച് രക്തം കുത്തിവെച്ചതിലൂടെ അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധയുണ്ടായി. തുടർന്ന് എയ്ഡ്സ് രോഗം സംബന്ധിച്ച ബോധവൽക്കരണവുമായി ആഷ് പ്രവർത്തിക്കുകയും ആർതർ ആഷ് ഫൗണ്ടേഷൻ രൂപം കൊടുക്കുകയും ചെയ്തു. ഏറ്റവും നിരാശാജനകമായ അനുഭവവും കടുത്ത പ്രതിസന്ധിയും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും ഒരിക്കൽ പോലും ആഷ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ തനിക്ക് മാത്രം എന്താണ് ഈ ദുർവിധി എന്ന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഒരിക്കലും ഒരു പത്രപ്രവർത്തനം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഒരിക്കൽ പോലും ഈ രോഗാവസ്ഥ കടന്നു വന്നിട്ടും ദൈവത്തോട് പരിഭവിക്കാത്തത്? ആഷ് പറഞ്ഞു, ഓരോ വർഷവും 50 മില്യൺ കുട്ടികളാണ് ടെന്നീസ് പഠിക്കാൻ ഇറങ്ങുന്നത്. അതിൽ 5 മില്യൺ കുട്ടികൾ മാത്രമാണ് ടെന്നീസ് പഠിച്ചെടുക്കുന്നത്. അതിൽ വെറും 5 ലക്ഷം ആളുകൾ മാത്രമാണ് പ്രൊഫഷണൽ ടെന്നീസിലേക്ക് കടന്നു വരുന്നത്. ആ 5 ലക്ഷത്തിൽ വെറും 123 ആൾക്കാർക്ക് മാത്രമാണ് വിംബിൾഡൺ കളിക്കാൻ പറ്റുകയുള്ളൂ. അവരിൽ 2 പേർ മാത്രം ഫൈനലിലെത്തുകയും ഒരാൾ മാത്രം വിജയിക്കുകയും ചെയ്യും. വിംബിൾഡണിൽ മുത്തമിട്ടപ്പോൾ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല, വൈ മീ, എന്തുകൊണ്ട് ഈ കിരീടം എനിക്ക് തന്നു എന്ന്. ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽ ദൈവത്തോട് ചോദിക്കാത്ത ചോദ്യം പ്രതിസന്ധിയിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10-ാം സങ്കീർത്തനം ഇങ്ങനെ ആരംഭിക്കുന്നു: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? എന്നാൽ അതിങ്ങനെ അവസാനിക്കുന്നു: യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം എണ്ണിയെടുത്ത് മനസ്സിൽ കുറിച്ചാൽ പോരാ. ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തിരിക്കേണ്ടതുണ്ട്. കഷ്ടതകളിലും വേദനകളിലും ദൈവത്തെയും പ്രകൃതിയെയും ചുറ്റുമുള്ളവരെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളുടെ കണക്ക് പുസ്തകം എവിടെ? തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കുക എന്നതിലും വലിയ സമർപ്പണം എവിടെയുണ്ട്? എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് പരിതപിക്കാനല്ല, മറിച്ച് എണ്ണമില്ലാതെ കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.